ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് വേഗം ബട്ടർസ്കോച്ച് പോപ്കോൺ കണ്ടിട്ട് വന്നാലോ? ബട്ടർസ്കോച്ച് കാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഓരോന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഇത് മുഴുവനായും പൊട്ടിക്കഴിയുന്നവരെ നിൽക്കാം. ഇതായിട്ടുണ്ട്, നമുക്ക് നോക്കാം. നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള കാരമൽ തയ്യാറാക്കാം. കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്, കാരമലായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് നമ്മുടെ പോപ്കോൺ ഇതിലേക്ക് ഇടാം. വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യാൻ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്യണേ. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് വേഗം തന്നെ ഇത് അതിലേക്ക് മാറ്റാം. ഇതിങ്ങനെ തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ക്രഞ്ചി ആയിട്ടുള്ള പോപ്കോൺ ആവും കേട്ടോ. തണുക്കട്ടെ, എന്നിട്ട് നോക്കാം. നമുക്ക് ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഇപ്പൊ കട്ടയായിട്ടല്ലേ ഇരിക്കുന്നത്, അതിങ്ങനെ മാറ്റി കൊടുക്കാം. ഓരോന്നാക്കി കൊടുക്കാം. നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.